വർഷങ്ങളായി സിനിമ, ഷോർട്ട് ഫിലിം, ടെലിവിഷൻ മേഖലകളിലെ കലാകാരന്മാരെ ആദരിക്കുവാനായി ഇന്റർനാഷണൽ പുലരി TV ഫിലിം അവാർഡ് വിജയകരമായി നടത്തിവരുന്നു. കഴിഞ്ഞ വർഷം മുതലാണ് മറ്റു വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തി ആദരിക്കുവാനായി ശംഖുമുദ്ര പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഇന്നിവിടെ നടക്കുന്നത് രണ്ടാമത്തെ ശംഖുമുദ്ര പുരസ്കാര വിതരണമാണ്. മലയാളികൾ നെഞ്ചിലേറ്റിയ ചലച്ചിത്രകാരൻ TS സുരേഷ് ബാബു, നിരവധി ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ ശങ്കർ, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ ഉൾപ്പെടുത്തി 1984 ആദ്യ ചിത്രം ഇതാ ഇന്നു മുതൽ. തുടർന്ന് മലയാളത്തിലെ മുൻനിര നായകന്മാരെ അണിനിരത്തിയ സിനിമകൾ കോട്ടയം കുഞ്ഞച്ചൻ, കിഴക്കൻ പത്രോസ്, ഉപ്പുകണ്ടം ബ്രദേഴ്സ്, പ്രായിക്കര പാപ്പാൻ, മാർക്ക് ആന്റണി, സ്റ്റാലിൻ ശിവദാസ്, DNA തുടങ്ങിയ ഒട്ടനവധി ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ, മലയാള സിനിമയുടെ അഭിമാനം ശ്രീ TS സുരേഷ് ബാബു സാറിനെ ശംഖുമുദ്ര പുരസ്കാര വിതരണ വേദിയിലേക്ക് സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പുരസ്കാര വിതരണ ചടങ്ങിന് ആശംസകൾ നൽകാനെത്തിയ പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരവും കഥാപ്രാസംഗികനുമായ വഞ്ചിയു പ്രവീൺ കുമാർ സാറിനെ സ്നേഹാദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തെ ശംഖുമുദ്ര പുരസ്കാര നിർണയത്തിന് ചുക്കാൻ പിടിച്ച ജൂറി പാനൽ അംഗമായ പ്രശസ്ത ചലച്ചിത്ര ടെലിവിഷൻ അഭിനേതാവ് ശ്രീ രാജ് മോഹനെ സ്നേഹാദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജൂറി പാനൽ അംഗമായ പ്രശസ്ത ചലച്ചിത്ര ടെലിവിഷൻ തിയേറ്റർ സംവിധായകനും നടനുമായ ശ്രീ CV പ്രേംകുമാറിനെ സ്നേഹാദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജൂറി പാനൽ അംഗമായ പ്രശസ്ത ചലച്ചിത്ര PROയും ജേർണലിസ്റ്റും ഫെഫ്ക PRO യൂണിയന്റെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ അജയ് തുണ്ടത്തിനെ സ്നേഹാദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുരസ്കാര വിതരണ ചടങ്ങിന് ആശംസകൾ നൽകാനെത്തിയ ചലച്ചിത്ര അഭിനേതാവ് ഹരി സർഗത്തെ സ്നേഹാദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുരസ്കാര വിതരണ ചടങ്ങിന് ആശംസകൾ നൽകാനെത്തിയ ചലച്ചിത്ര ടെലിവിഷൻ അഭിനേത്രി ദീപ ഷാനുവിനെ സ്നേഹാദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ സൂത്രധാരനും പുലരി TVയുടെ അമരക്കാരനുമാണ് ശ്രീ ജിട്രസ് യോഹന്നാൻ. പുലരി TV CEO ജിട്രസ് യോഹന്നാനെ സ്നേഹാദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും അവസാനം സ്വാഗതം ആശംസിക്കുന്നതാണെങ്കിലും ഏറ്റവും ആദരണീയരും പ്രിയപ്പെട്ടവരുമാണ് ഇന്നിവിടെ അവാർഡ് വാങ്ങാൻ എത്തിയ നിങ്ങൾ ഓരോരുത്തരും. ഏറെ സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഈ പുരസ്കാര വിതരണ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നിവിടെ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ആനന്ദ നിമിഷങ്ങൾക്കിടയിലും ഞങ്ങൾക്ക് വേദന നൽകുന്ന ഒന്നുണ്ട്. ചലച്ചിത്ര സംവിധായകനും പുലരി TV പ്രോഗ്രാം ഡയറക്ടറുമായ ശ്രീ ജോളി മാസ് കഴിഞ്ഞ മാസം 25-ാം തീയതി അന്തരിച്ച വിവരം നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ജോളി മാസിന്റെ അപ്രതീക്ഷിത വിയോഗം കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും പുലരി TVക്കും ചലച്ചിത്ര സാംസ്കാരിക മേഖലയ്ക്കും വലിയൊരു നഷ്ടമാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ അവാർഡിന് അർഹനായ ശരൺ കൃഷ്ണ കലാരംഗത്തെ ഉയർച്ചയുടെ നാളുകളിൽ 2024 നവംബർ 12 ഒരു ആക്സിഡന്റിൽ നമ്മെ പിരിഞ്ഞു പോയ മൾട്ടി ടാലന്റഡ് കലാകാരൻ. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് മൗനമായി നിന്നുകൊണ്ട് ജോളിമാ സാറിനും ശരൺ കൃഷ്ണയ്ക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാം. ഉദ്ഘാടന പ്രസംഗത്തിനായി TS സുരേഷ് ബാബു സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
ബഹുമാനപ്പെട്ടവരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടും ചെറിയ ദുഃഖത്തോടുമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ജോഡി മാസ്റ്റർ തന്നെ അതിൻ്റെ കാരണം വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹമായിട്ടുണ്ട്. എന്നാലും കൂടുതലെടുത്തത് അവാർഡ് ആ കമ്മിറ്റിയിൽ, കഴിഞ്ഞ പ്രാവശ്യം അവാർഡ് കമ്മിറ്റിയിൽ ഞാൻ ജൂറി ചെയർമാനായിരിക്കുന്ന സമയത്താണ്. അതിന് മുമ്പ് ഞങ്ങൾ അറിയാതെ അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഒരു പ്രൊമോഷനൊക്കെ എൻ്റെ സൈറ്റ് വഴിയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ദുബായിലുള്ള ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് എന്നോട് പറയുകയും ഞാൻ എൻ്റെ കംപ്ലീറ്റ് സ്റ്റാറ്റസിലും ബാക്കിയുള്ള പ്രൊമോട്ട് ചെയ്യും. ഞാൻ ബാബു എണ്ണി മമ്മൂക്കയൊക്കെ വെച്ചിട്ട് അവരുടെ സ്റ്റാറ്റസും അതിലൊക്കെ ഞാൻ ഇടുകയും ചെയ്തു. അതിൻ്റെ ഈ പുലരി TV അതിൽ ചെറിയ ദുഃഖമുണ്ട്. എന്തായാലും ശംഖമുദ്ര പുരസ്കാരം വളരെ നല്ല കാര്യം. കാരണം ഇതിനു മുമ്പേ പുലരി അവാർഡ് ഉണ്ടായിരുന്നു. ഇതൊരു വ്യത്യാസമായി ചോദിച്ചപ്പോൾ എല്ലാ കലാകാരന്മാരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനാണെന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷം. എന്നെ ഇത് ക്ഷണിച്ചതിന് ഒത്തിരി സന്തോഷം. എനിക്ക് എല്ലാവരെയും കാണാനും അതിനുള്ള വലിയ കലാകാരന്മാരെയും, കാരണം ഇനി അങ്ങോട്ട്, കാരണം ഇപ്പോൾ ഉള്ള ചെറുതായിട്ട് നിന്നവരാണ് വലുതായി വരുന്നത്. കാരണം അതിനുള്ള അനുഭവം എനിക്കുണ്ട്. ഒത്തിരി സന്തോഷത്തോടും ഒത്തിരി അഭിമാനത്തോടും കഴിയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കത് കഴിയുന്നുണ്ടല്ലോ. കാരണം നിങ്ങളെ കാണാനും അല്ലെങ്കിൽ ഇതിനകത്ത് അവാർഡ് ജേതാക്കളോട് എനിക്ക് സഹകരിക്കാനും സാധിക്കുന്നുള്ള ഒന്ന് സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ അന്നും പറഞ്ഞു പുലരി TV ഗ്രാൻഡായിട്ട് കൊണ്ടുപോകണം. അദ്ദേഹത്തിൻ്റെ പാർട്ണർ യോഹന്നാൻ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരോടും ഞാൻ പറഞ്ഞു. ഞങ്ങളെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും ഞങ്ങളാൽ കഴിയുന്ന ഒരു സപ്പോർട്ട് അതിനുണ്ടാവും. അതുപോലെ എല്ലാ അവാർഡ് ജേതാക്കൾക്കും ഒത്തിരി സന്തോഷത്തോടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവരും നന്നായിട്ട് വരിക. കിട്ടാത്തവരും വിഷമിക്കേണ്ട, ട്രൈ. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ. എന്തായാലും എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടുത്തത് ആശംസ പ്രസംഗത്തിനായി പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരവും കഥാപ്രാസംഗികനുമായ വഞ്ചിയൂർ പ്രവീൺ കുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ പ്രിയമുള്ള മലയാള സിനിമയിലെ പ്രശസ്തനായ സംവിധായകൻ ശ്രീ സുരേഷ് ബാബു അവർ, പ്രശസ്ത സിനിമാ നാടക സംവിധായകൻ ശ്രീ CV പ്രേംകുമാർ, പ്രഗത്ഭനായ ഫിലിം PRO ശ്രീ അജയ് തൊണ്ടത്തിൽ, പ്രശസ്ത അഭിനേത്രി ശ്രീമതി ദീപ, സിനിമ സീരിയൽ നടൻ ശ്രീ രാജ്മോഹൻ, പ്രിയമുള്ള വീണ്ടും സിനിമ സീരിയൽ നടൻ ശ്രീ ഹരി സർഗം, ഏറെ പ്രിയമുള്ള ചിത്രസ് യോഹന്നാൻ, പുലരി TVയുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ, അവാർഡ് സ്വീകരിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അവാർഡ് ജേതാക്കളെ, സുഹൃത്തുക്കളെ, മനസ്സിൽ ഒരു വലിയ ദുഃഖഭാരം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ചിരിച്ച മുഖവുമായി നമ്മൾ ഓരോരുത്തരും ഈ വേദിയിലും ഈ സദസ്സിലും ഇരിക്കുന്നു. ജോളി ബസ് എന്ന പുലരി TVയുടെ എല്ലാമായിരുന്ന കഴിഞ്ഞ ഈ പുരസ്കാര ദാന ചടങ്ങിൽ ഇതേ വേദിയിൽ വളരെ എനർജറ്റിക്കായി ഇവിടെയൊക്കെ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച പ്രിയപ്പെട്ട ജോളി മാസിൻ്റെ ആ ചിരിക്കുന്ന മുഖമാണ് എൻ്റെയും ഈ വേദിയിലിരിക്കുന്നവരുടെയും നിങ്ങളുടെയൊക്കെ മുമ്പിലുള്ളത്. അതൊരു തീരാ നഷ്ടമാണ്. സ്നേഹധനനായിരുന്നു ശ്രീ ജോളി മാസ്. തികച്ചും അപ്രതീക്ഷിതമായാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. താങ്ങാനാവുന്നതിനും അപ്പുറം വേദനയായിരുന്നു അദ്ദേഹത്തോടൊപ്പം അടുത്ത സുഹൃത്തുക്കളായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. ആദ്യമായി ഈ ശംഖുമുദ്ര പുരസ്കാരം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു അവാർഡാണ്.
ടി വി, ടെലിവിഷൻ, സിനിമ രംഗത്തെ പ്രഗത്ഭരുൾപ്പെടെ മറ്റ് സാമൂഹ്യ സാംസ്കാരിക കലാ രംഗത്തുള്ള പ്രഗത്ഭരെ കണ്ടെത്തി അവരിൽ അർഹതയുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് അവർക്കൊരു പുരസ്കാരം നൽകി അവരെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ ചടങ്ങാണ് ഇത്. ഇത് രണ്ടാമത്തെ ശംഖുമുദ്ര പുരസ്കാരമാണ്. കലയെയും കലാകാരന്മാരെയും എപ്പോഴും ആത്മാർത്ഥതയോടെ ചേർത്ത് പിടിക്കുന്ന ഒരു ടെലിവിഷൻ മാധ്യമമാണ് പുലരി ടി വി. പുലരി ടി വിയാണ് ഈ ശംഖുമുദ്ര പുരസ്കാരം സംഘടിപ്പിച്ചത്. ദീർഘനാളത്തെ കഠിനമായ പരിശ്രമത്തിനൊടുവിൽ കിട്ടിയ എൻട്രികൾ വെച്ച് അതിനെ വിധി നിർണയിച്ച് ജൂറി അംഗങ്ങൾ അതിൽ ഇരുന്ന് നല്ലതേത് എന്ന് തിരഞ്ഞെടുത്ത് ആ വിധി പ്രസ്താവിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് ഒരു ദിവസം ഇത് നിശ്ചയിച്ചിരുന്നതാണ്. ജോളി മിസ്സിൻ്റെ ആകസ്മികമായ നിര്യാണത്തെ തുടർന്നും അത് മാറ്റിവെച്ച് ഇന്ന് ഒരുപാട് എഫർട്ടെടുത്ത് അതെല്ലാം ഭംഗിയായി ചെയ്യുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ശ്രീ ജോളി മിസ്സും അദ്ദേഹത്തിൻ്റെ അനുജൻ ജെഫ്രസ് യോഹന്നാനും മറ്റ് പ്രവർത്തകരുമൊക്കെ. അപ്പോൾ മാറ്റിവെച്ചൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറേ ആളുകളൊക്കെ ഇനിയും വരാനുണ്ട് എന്ന് തോന്നുന്നു. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും പുരസ്കാര ജേതാക്കളായിട്ടുള്ള ആളുകൾ പലരും വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഓരോ പുരസ്കാരവും ഓരോ കലാകാരൻ്റെയും നൈപുണ്യത്തെ വിളിച്ചോതുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ചിലർ അവാർഡ് വളരെ കാര്യമായിട്ടൊന്നും കാണാറില്ല. ചിലരെ അതിനെ ദൈവ തുല്യമായൊരു അനുഗ്രഹമായി കാണുന്ന ആളുകളുണ്ട്. കലയെയും ഒരു കാര്യം മാത്രം, കലയെയും കലാപ്രവർത്തനങ്ങളെയും സംശുദ്ധമായി കാണാൻ എപ്പോഴും ശ്രമിക്കുക. കലാകാരൻ എപ്പോഴും സംശുദ്ധനായിരിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. എല്ലാം പെട്ടെന്ന് നേടിയെടുക്കാം എന്നുള്ള മിഥ്യാധാരണയിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെ നേടിയെടുക്കുന്ന കാര്യങ്ങളൊന്നും ശാശ്വതമായിരിക്കാനും സാധ്യതയില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ അവാർഡ് ജേതാക്കളും കഴിവുള്ള ആളുകളാണ്. അവരുടെ കഴിവിനെ മാനിച്ചുകൊണ്ടാണ് പുലരി ടി വി ഈ ശംഖുമുദ്ര പുരസ്കാരം നൽകുന്നത്. അവരുടെ നാളെ മുതലുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശക്തി പകരുവാൻ ഈ ശംഖുമുദ്ര പുരസ്കാരം കൊണ്ട് അവർക്ക് കഴിയട്ടെ, അല്ലെങ്കിൽ അവർക്ക് സാധിക്കട്ടെ. ഇനിയും ഉത്തരോത്തരം അവരവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവാർഡ് ജേതാക്കൾക്കും പുലരി ടി വിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തത് ജൂറി പാനൽ അംഗമായ പ്രശസ്ത ചലച്ചിത്ര ടെലിവിഷൻ അഭിനേതാവ് ശ്രീ രാജ് മോഹനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായ എൻ്റെ ഗുരുവും ജ്യേഷ്ഠതുല്യനുമായ ശ്രീ സുരേഷ് ബാബു സർ, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി നടത്തേണ്ട ഒരു ചടങ്ങാണ്. അത് എന്തുകൊണ്ട് ഇത്രയും മൗനമായി മാറി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജോളിമാ സാറിൻ്റെ കുടുംബത്തിന് അതെല്ലാം സഹിക്കാൻ ഉള്ള ശക്തി ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് ഞാനും പ്രാർത്ഥിക്കുന്നു. അവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുകൊള്ളുന്നു. അവാർഡുകളെന്നും നമുക്ക് സന്തോഷം നൽകുന്നത് തന്നെയാണ്. അത് ചെറുതോ വലുതോ എന്നല്ല. വെള്ളി വെളിച്ചത്തിൽ മാത്രം നിൽക്കുന്ന ഒത്തിരി പേർക്ക് വളരെ ഭയങ്കരമായ ചടങ്ങുകൾ വെച്ച് അവാർഡ് കൊടുക്കുന്ന ഈ കാലത്ത് മറ്റു മേഖലകളിൽ നിൽക്കുന്ന കലാകാരന്മാരെ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് അവരെ കൊണ്ടുവന്ന് അവർക്ക് ഒരു പ്രചോദനം നൽകാൻ വേണ്ടി, അവർക്കൊരു അവാർഡ് കൊടുക്കാൻ വേണ്ടി പുലരി തീരുമാനിച്ചത് തന്നെ വളരെ നല്ല തീരുമാനമാണ്. പലർക്കും എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിലേക്കാണ് നിങ്ങളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ പുലരി ടി വിയുടെ അവാർഡ് ജേതാക്കൾക്ക് അവരുടെ നാളുകളിലേക്കുള്ള ജൈത്രയാത്രയിൽ ഒരു വലിയ ഊർജം നൽകാൻ പുലരി ടി വി അവാർഡിന് കഴിയും. എല്ലാ
അവാർഡ് ജേതാക്കൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സാർ. അടുത്തത് ജൂറി പാനൽ അംഗമായ പ്രശസ്ത ചലച്ചിത്ര ടെലിവിഷൻ തിയേറ്റർ സംവിധായകനും നടനുമായ ശ്രീ CV പ്രേംകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വേർപാടുകൾ, വേണ്ടപ്പെട്ടവരുടെ വേർപാടുകൾ പെട്ടെന്ന് മനസ്സിൽ നമുക്കങ്ങനെ പോകുന്നതല്ല. എങ്കിലും അദ്ദേഹത്തെ, ജോളി മസ്സിനെ സ്മരിച്ചുകൊണ്ട് രണ്ട് വാക്ക്. ശംഖുമുദ്ര പുരസ്കാരം ഇത് രണ്ടാമതാണ്. ഇത് വിവിധ മേഖലകളിൽ അധികം ആരും അറിയപ്പെടാതെ തങ്ങളുടേതായ മേഖലകളിൽ മികവ് പുലർത്തിയിട്ടുള്ള കലാകാരന്മാരും, കൂടാതെ പല മേഖലകളിലും നിരവധി വർഷങ്ങളായി കഴിവുകൾ പ്രകടിപ്പിക്കുകയും മികച്ച കലാകാരന്മാരായി അവരുടെ നാടുകളിൽ തന്നെ അറിയപ്പെടുകയും ചെയ്തിട്ടുള്ള, അറിയപ്പെടേണ്ടവരായിട്ടുള്ള വ്യക്തികൾക്കാണ് ശംഖുമുദ്ര പുരസ്കാരങ്ങൾ. ഏതാണ്ട് 50ഓളം പേർക്ക് ഈ പുരസ്കാരങ്ങൾ ഉണ്ട്. ഏറ്റവും അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒരു കലാകാരനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സത്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികളെയോ സംബന്ധിച്ചിടത്തോളം അവരെ അനുമോദിക്കുകയോ അല്ലെങ്കിൽ അവരോടൊരു നല്ല വാക്ക് പറയുകയോ ചെയ്യുന്നൊരു കീഴ്വഴക്കം വളരെ കുറവാണ്. വിമർശനങ്ങളാണ് ഏറെയും സാംസ്കാരിക മേഖലകളിൽ, സംഘടനാ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കിട്ടാറുള്ളത്. അവർക്ക് വ്യത്യസ്തമായ രീതിയിൽ അവരുടെ കഴിവിന് ഒരു അംഗീകാരമായി 4 ആൾ കാണുക, ഒരു പൊതുവേദിയിൽ വെച്ച് അവരെ അംഗീകരിക്കുക എന്നുള്ളത് ഏത് മേൽവിലാസത്തിലായാലും ആ അംഗീകാരം തന്നെയാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചത്. മറ്റുള്ളവർ തന്നെ അംഗീകരിക്കുക. എത്ര വലിയ മഹാന്മാരായാലും ചിലപ്പോൾ ജന്മനാട്ടിലൊന്നും നമുക്കൊരു അംഗീകാരവും കാണില്ല. പക്ഷെ എപ്പോഴെങ്കിലും അത് തിരിച്ചറിയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ സംഭാവന തിരിച്ചറിയുന്നത് അയാളുടെ ജീവൻ നഷ്ടപ്പെട്ട് ഈ ഭൂമുഖത്ത് നിന്ന് പോയതിന് ശേഷമാണ് അയാളെക്കുറിച്ച് വിലയിരുത്തുന്നത്. അത്തരം മഹത്തായ വ്യക്തികളും ഉണ്ട്. പക്ഷേ അതിൽ അത്ര വലിയ അർത്ഥം ഇല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കഴിവുള്ള വ്യക്തികളെ സമൂഹം അംഗീകരിക്കുക. ഈ ശംഖുമുദ്ര പുരസ്കാരം പൊലിറ്റി TV സംഘടിപ്പിച്ചിരിക്കുന്ന ഇത് രണ്ടാമതാണ്. ഇനിയും എല്ലാ വർഷങ്ങളിലും വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളവർക്ക് തുടർന്നും ഇത്തരം പ്രോത്സാഹനം നൽകുവാൻ പൊലിറ്റി TVക്ക് കഴിയട്ടെ. അതിൻ്റെ ചുക്കാൻ പിടിച്ച ജോളി മസ്സിൻ്റെ ആത്മാവും ഒപ്പം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ അവസരത്തിൽ അവാർഡ് ലഭിച്ച എല്ലാ കലാകാരന്മാർക്കും വ്യക്തികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ജൂറി പാനൽ അംഗമായ പ്രശസ്ത ചലച്ചിത്ര PROയും ജേർണലിസ്റ്റും ഫെക്ക PRO യൂണിയന്റെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ അജയ് തുണ്ടത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട ഉദ്ഘാടകൻ TS സുരേഷ് ബാബു ചേട്ടൻ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, സദസ്സിലെ പ്രിയ സഹോദരി സഹോദരന്മാർ, മറ്റു സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ശംഖുമുദ്ര അവാർഡ് അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ ഇതേ ഹാളിൽ നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് മുൻനിരയിൽ നിന്ന് നിയന്ത്രിച്ചിരുന്ന നമ്മുടെ എല്ലാവരുടെയും
പ്രിയങ്കരനായ സുഹൃത്ത് ചലച്ചിത്ര സംവിധായകൻ ശ്രീ ജോളിമസിൻ്റെ വേർപാട്, ആ ഷോക്കിൽ നിന്നും ഞങ്ങളാരും ഇനിയും മുക്തരായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ ചുറുചുറുക്കോടെ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് മാത്രം അപ്രോച്ച് ചെയ്തിരുന്ന ഒരു ചലച്ചിത്ര സംവിധായക സുഹൃത്ത്. അദ്ദേഹം ഇല്ലാതെ ഈ അവാർഡിൻ്റെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു വിങ്ങലാണ്. എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഓർത്ത് വല്ലാത്തൊരു വിഷമവൃത്തത്തിലാണ്. എന്നിരുന്നാലും ആ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ അനുജൻ ജിട്രസ് യോഹന്നാനും അദ്ദേഹത്തിൻ്റെ മകനും കുടുംബവും ഒക്കെ അതിജീവിച്ചാണ് ഇന്ന് ഇത്തരത്തിൽ ഈ ശംഖുമുദ്രയുടെ 2ാം എഡിഷൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്നു. ശംഖുമുദ്ര അവാർഡ് ഈ കൈൻഡിൽ ഒരു വ്യത്യസ്തമായ ഒരു അവാർഡ് പരിപാടിയാണ്. കാരണം നമുക്കറിയാം, നേരത്തെ സംസാരിച്ചവർ പറഞ്ഞതുപോലെ ലൈം ലൈറ്റിൽ നിൽക്കുന്നവരെയാണ് എപ്പോഴും സംഘാടകർ കണ്ടെത്തി അവാർഡ് കൊടുക്കുക. കാരണം എങ്കിൽ മാത്രമേ അത് നടത്തുന്ന സംഘടനയായാലും അതിൻ്റെ നടത്തിപ്പുകാർക്കുമൊക്കെ ഒരു മൈലേജ് കിട്ടുകയുള്ളൂ. പക്ഷേ അതിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു തോട്ട്, അതായിരുന്നു ശ്രീ ജോളിമസും ജിട്രസ് യോഹന്നാനും അത്തരത്തിലൊരു തോട്ട് അവർ കണ്ടുപിടിക്കുകയും അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നൊക്കെയുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ശംഖുമുദ്ര അവാർഡ് എന്ന് പറയുന്ന ഈ അവാർഡ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. നമ്മുടെ ഇടയിൽ ഒരുപാട് ടാലൻസ് നമ്മൾ പോലും ശ്രദ്ധിക്കാതെ നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അത്തരത്തിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ, കലാകാരന്മാരെ ഒക്കെ കണ്ടെത്തി ഒരുപാട് പ്രശസ്തരായിട്ടുള്ള വ്യക്തികളോടൊപ്പം അവരെ ഇരുത്തി, അറിയപ്പെടുന്ന ഗസ്റ്റുകളെ ഒക്കെ ഇരുത്തി അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ പ്രശസ്തരായവർ അവാർഡ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത്തരക്കാർക്ക് കിട്ടുന്ന എനർജി വാക്കുകൾക്ക് അതീതമാണ്. പലരും ടാലൻറ്റ് പുറത്തറിയാതെ കാലം കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറയുന്ന ക്രിക്കറ്ററുടെ ടാലൻറ്റ് കണ്ടെത്തിയത് കൊണ്ടാണ് അദ്ദേഹം ലോകോത്തര ക്രിക്കറ്ററായി മാറിയത്. എന്നാൽ അദ്ദേഹത്തോടൊപ്പം തന്നെ കളിച്ച നിരവധി അദ്ദേഹത്തെക്കാൾ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ടാലൻറ്റ് കണ്ടെത്തുകയും അവർക്ക് വേണ്ട സമയത്ത് അംഗീകാരം, പ്രോത്സാഹനം കിട്ടുകയും ചെയ്താൽ മാത്രമേ അവർ പോലും എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ മുകളിൽ അവരെത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു കണ്ടെത്തൽ നടത്തി ഇത്തരത്തിൽ ഒരു അവാർഡ് കൊടുക്കുന്ന ആ ഒരു നോവൽ ഐഡിയയ്ക്ക് ഒരു വലിയ സല്യൂട്ട് നൽകുകയാണ്. ഇത് 2ാമത്തെ എഡിഷനേ ആയിട്ടുള്ളൂ. വരും കാലങ്ങളിൽ ഇതിൻ്റെ നടത്തിപ്പും ഇതിൻ്റെ എക്സിക്യൂഷനും ഒക്കെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ഐഡിയ ജിട്രസിനും അദ്ദേഹത്തിൻ്റെ ജോളിമസിൻ്റെ മകനും കുടുംബത്തിനും ഒക്കെ ഉണ്ട്. ഇത് വേറെ ലെവലിലേക്ക് എത്തും എന്നെനിക്കും ഉറപ്പുണ്ട്. ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ അവരോടൊപ്പം എന്ത് സഹായത്തിനും കൂടെയുണ്ട്. എന്തായാലും വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളും ഇന്ന് അവാർഡ് വാങ്ങുന്നുണ്ട്. നമുക്കറിയാം, ഗാനരംഗത്ത് 5 പതിറ്റാണ്ടിലേറെ പല വേദികൾ, സ്വദേശത്തും വിദേശത്തും ഒക്കെ നിരന്തരം വേദികളിൽ നിന്നും വേദികളിലേക്ക് പാട്ടുമായി സഞ്ചരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഗായകൻ എം രാധാകൃഷ്ണൻ ചേട്ടൻ ഏതാണ്ട് 55 കൊല്ലത്തോളം ഈ ഗാന ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുന്ന, ഇപ്പോഴും വളരെ സജീവമായിട്ട്, ഇപ്പോൾ ഈ അവാർഡ് വാങ്ങിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് പ്രോഗ്രാമുണ്ട്.
അവിടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളോടൊപ്പം മറ്റ് അറിയപ്പെടാത്ത എങ്കിൽ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ അവാർഡ് വാങ്ങിക്കുമ്പോൾ പരസ്പരം അവർ തമ്മിൽ കാണാനും സംസാരിക്കാനും ഇൻ്ററാക്ട് ചെയ്യാനും ഒക്കെ കഴിയുമ്പോൾ ഈ ടാലൻറ്റഡ് ആയിട്ട് അറിയപ്പെടാത്ത ഇന്നാദ്യമായിട്ട് അവാർഡ് വാങ്ങുന്നവർക്ക് അത് നൽകുന്ന ഊർജം വാക്കുകൾക്ക് അതീതമാണ്. അതുപോലെ തന്നെ നിരവധി ആൾക്കാർ, ഏറ്റവും കൂടുതൽ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയുടെ അമരത്ത് നിൽക്കുന്ന ആളാണ് ശ്രീ തെക്കൻ സ്റ്റാർ ബാദുഷ. പ്രേം നസീർ സുഹൃത്ത് സമിതി എന്ന് പറയുന്ന സംഘടനയിലൂടെ മലയാളത്തിൻ്റെ നിത്യവസന്തമായ ശ്രീ പ്രേം നസീറിൻ്റെ സ്മരണകളെ ജ്വലിപ്പിച്ചു നിർത്തുന്ന ഒരു വ്യക്തി ആണ്. അദ്ദേഹത്തിൻ്റെ സംഘടന ആ ഒരു സേവനം വളരെ സ്തുത്യർഹമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹമൊക്കെ ആയിട്ട് ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, വരും കാലത്ത് കിട്ടേണ്ട പ്രോത്സാഹനത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൽ നിന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ശ്രീമതി സിന്ധു പ്രതാപ്, ഞാൻ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പേര് പറഞ്ഞതുപോലെ ഗാന മേഖലയിൽ വളരെ വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഇന്നും പല വേദികളിൽ നിന്നും വേദികൾ സജീവമായി യാത്ര ചെയ്ത് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു ഗായിക അപൂർവ ബാക്കിലിരിക്കുകയാണ്. കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. രാധാകൃഷ്ണൻ ചേട്ടൻ വഴിക്കാണ് ഞാൻ പരിചയപ്പെട്ടത്. എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ നമുക്കൊക്കെ വേണ്ടിയിട്ട് ഇവർ ഒന്നോ രണ്ടോ പാട്ട് പാടും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ പാടിയാൽ മാത്രമേ അവരുടെ ടാലൻറ്റ് എവിടെയാണ്, എന്തുകൊണ്ടാണ് അവർ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നതെന്നൊക്കെ പുതിയ ആൾക്കാർക്ക് മനസ്സിലാക്കാനും അതിനോടൊപ്പം എത്തിപ്പെടാനുമുള്ള മാർഗങ്ങൾ അവരിൽ നിന്നും നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യുള്ളൂ. അതാണ് ഈ അവാർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെറുതെ അവാർഡ് കൊടുക്കുന്നു, വാങ്ങുന്നു, പോകുന്നു എന്നുള്ളതല്ല. മാക്സിമം അവരുമായിട്ടൊക്കെ ഒന്ന് ഇൻ്ററാക്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രശസ്ത ചലച്ചിത്ര തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ GV രഞ്ജിത്ത്, അദ്ദേഹം മമ്മൂക്കയുടെ ഫയർമാൻ എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു സ്വതന്ത്ര സംവിധായകനായി നേരറിയും നേരത്ത് എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെ അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായി. ആ സിനിമയുടെ PR വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ നീണ്ടകാലം പ്രവാസ ജീവിതം നയിച്ചിട്ട് ഇപ്പോൾ എല്ലാ കലാകാരന്മാരെയും ചേർത്ത് പിടിക്കുകയും കലാകാരന്മാർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന സംഘടനകളിൽ സജീവമായി നിൽക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ശ്രീ സൈനുലാബ്ദീൻ സാർ, അദ്ദേഹമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും എക്സ്പീരിയൻസ് പലർക്കും, അദ്ദേഹത്തിൽ നിന്നൊക്കെ നമുക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് പലർക്കും പല ടിപ്സും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, അറിയപ്പെടുന്ന എഴുത്തുകാരിയും കവയത്രിയും ഒക്കെയാണ് ഷംസാദ്ദീൻ മാഡം. ഷംസാദ്ദീൻ മാഡവും ഇവിടെ സന്നിഹിതയായിട്ടുണ്ട്. ദേവസ്വം ബോർഡ് PR ആയിരുന്ന ശ്രീ മുരളീധരൻ, പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ ബെന്നി ആശംസ് എൻ്റെ അടുത്ത സുഹൃത്താണ്. FEFCAയുടെ വളരെ സജീവ പ്രവർത്തകനും ഒക്കെയാണ്. ഡയറക്ടേഴ്സ് യൂണിയൻ്റെയൊക്കെ വളരെ സജീവ പ്രവർത്തകനാണ് അദ്ദേഹം. UK അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ അസാന്നിധ്യത്തിൽ അവാർഡ് കൈപ്പറ്റാൻ ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, ആ ഡെഡിക്കേഷൻ നോക്കൂ. തിരുവനന്തപുരത്തുള്ള ആളല്ല, അദ്ദേഹത്തിൻ്റെ അവാർഡ് പോലും അല്ല. വേറൊരാൾ വിളിച്ചു പറഞ്ഞു എനിക്ക് വരാൻ പറ്റിയില്ല, ഒന്ന് വാങ്ങാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കാലത്തെ അവിടുന്ന് വണ്ടി കയറി ഇവിടെ എത്തിയിരിക്കുകയാണ്. ശ്രീ ബെന്നി ആശംസ, അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ഈ പേരുകൾ എടുത്ത് പറയുന്നത്, എനിക്ക് അറിയുന്ന ആൾക്കാരുടെ പേരുകൾ എടുത്ത് പറയുന്നത് മറ്റുള്ളവർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഗസ്റ്റുകളെ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ ഈ സദസ്സിലിരിക്കുന്നതിൽ തന്നെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പ്രശസ്ത പ്രൊഡക്ഷൻ കൺട്രോളർ ശ്രീ ഗോപൻ ശാസ്ത്രമംഗലം മുൻനിരയിലിരിപ്പുണ്ട്. ഗായകനും സംഘാടകനും ഒക്കെയാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ അജയ് വെള്ളരിപ്പണ. അതുപോലെ PRO രംഗത്തും ജേർണലിസ്റ്റുമാണ് AS പ്രകാശ്. സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ മാജിക് തീർക്കുന്ന മിസ്റ്റർ കണ്ണൻ പള്ളിപ്പുറ. വളരെ പ്രശസ്തരായ ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്നാൽ അവരാദ്യം തിരക്കുന്നത് കണ്ണൻ പള്ളിപ്പുറത്തിനെയാണ്. ഞാൻ ഇടയ്ക്ക് ചാക്കോച്ചൻ്റെ ഒരു ലൊക്കേഷൻ യാദൃച്ഛികമായിട്ട് പോയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ തിരുവനന്തപുരം ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പേര്, നിങ്ങളുടെ അവിടെ ഒരു കണ്ണൻ പള്ളിപ്പുറം എൻ്റെ അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞു. അപ്പം അത്രമാത്രം പ്രശസ്തനായിട്ടുള്ള ആളാണ്. അതുപോലെ മുജീബ്, മലയാള ദേശീയവേദി എന്ന് പറയുന്ന ഒരുപാട്
ആൾക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ അമരക്കാരൻ മുജീബ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഓട്ടപ്രദക്ഷിണം നടത്തി അറിയുന്ന മുഖങ്ങൾ വെച്ച് സിജ അറിയപ്പെടുന്ന നർത്തകിയാണ്. അപ്പം അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. വേറൊരു ആർട്ടിസ്റ്റും പ്രൊഡ്യൂസറും ഇവിടെ, പേര് മറന്നുപോയി, പേരെന്താണ്? കലാറാണി. പ്രൊഡ്യൂസറാണ്, ആർട്ടിസ്റ്റാണ്. അപ്പം ഈ കോണ്ടാക്ട്സ് ഒക്കെ ഈ മറ്റ് ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള ടാലൻസിന് അവരുമായിട്ടൊക്കെ ഒന്ന് ഇൻറ്ററാക്ട് ചെയ്തിട്ട് വേണം പോകാൻ. അവരുടെ നമ്പറൊക്കെ മേടിക്കുക, ഇൻറ്ററാക്ട് ചെയ്യുക. കാരണം ഇത് നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്താലേ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അതാണ് കാലം. ഒരു PR ആയതുകൊണ്ട് പ്രത്യേകിച്ച് അത് എടുത്തു പറയുകയാണ്. ഇന്നത്തെ കാലത്ത് അഗ്രസീവായിട്ട് മാർക്കറ്റ് ചെയ്യുക, അഗ്രസീവായിട്ട് നിലകൊള്ളുക, ഇതൊക്കെയാണ് ഇന്നത്തെ മുകളിലേക്ക് വരാനുള്ള നമുക്ക് വഴികൾ. എന്തായാലും ഞാൻ കുറച്ച് ദീർഘമായിട്ട് സംസാരിച്ചത് എന്തുകൊണ്ട് ശംഖുമുദ്ര അവാർഡ് നൽകുന്നു, എന്തിനാണ് ഈ അവാർഡ് നൽകുന്നത്, അതുകൊണ്ട് എന്താണ് നേട്ടം, അപ്പം ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ബ്രീഫായിട്ട്. എന്തായാലും ആദ്യമായിട്ട് അവാർഡ് വാങ്ങുന്നവർക്കും സ്ഥിരമായി അവാർഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രശസ്തർക്കും ഒക്കെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ തൽക്കാലത്തേക്ക് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ആശംസാ പ്രസംഗത്തിനായി ചലച്ചിത്ര അഭിനേതാവ് ഹരി സർഗത്തെ ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ കാരണക്കാരൻ തന്നെ ശ്രീ ജോളി മാസ്റ്ററാണ്. ക്യാമറയുടെ പിന്നിൽ നിന്ന് എന്നെ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന അഭിനയത്തിൻ്റെ കലയെ പഠിപ്പിച്ച് എടുത്ത് സാറിനെ ഒരു നടനാക്കി. എന്നോടൊപ്പം നമ്മുടെ ദീപയുണ്ട്. ദീപയും ഞാൻ, സ്വപ്ന, ഇത് ഞങ്ങളെല്ലാം സാറിൻ്റെ കളരിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വേദി സാറിൻ്റെ അഭാവം ഞങ്ങളെ വളരെയധികം ദുഃഖിപ്പിക്കുന്നുമുണ്ട്. എന്നാലും സത്യമായ കാര്യങ്ങൾ നമുക്ക് അംഗീകരിച്ചില്ല പറ്റും. എന്തായാലും ഇന്ന് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ക്യാമറ പഠിക്കാൻ, അതായത് സിനിമാറ്റോഗ്രാഫി പഠിച്ചത് തന്നെ ഒരു TS സുരേഷ് ബാബു സാറിൻ്റെ തന്നെ ഒരു ഫിലിം സെൻറ്റർ ഫോർ ഫിലിം സ്റ്റഡീസ്, അന്ന് അത് കവടിയാറിലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ തുടക്കം. ഇപ്പം ഞാൻ സീരിയലൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ കുറേ ഷോർട്ട് ഫിലിംസ് എല്ലാം ചെയ്യുന്നുണ്ട്. പലർക്കും എന്നെ ചിലപ്പോൾ അറിയില്ലായിരിക്കും, ചില ആൾക്കാർക്ക് എന്നെ അറിയായിരിക്കും. എന്തായാലും ഇവിടെ നിന്ന് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ശംഖുമുദ്ര പുരസ്കാര ജേതാക്കളായ നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയമായ അഭിനന്ദനങ്ങൾ, ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തത് ആശംസാ പ്രസംഗത്തിനായി ചലച്ചിത്ര സീരിയൽ താരം ശ്രീമതി ദീപ ഷാനുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന സുരേഷ് ബാബു സർ, പ്രവീൺ ചേട്ടൻ, രാജ്മോഹൻ സർ, പ്രേംകുമാർ സർ, അജയ് ചേട്ടൻ, ഹരിച്ചേട്ടൻ, സ്വപ്ന, ജോസേട്ട, കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ അപ്പച്ചനില്ല, പക്ഷേ ഇവിടെ ഒരു കറുത്ത സ്പെക്സ് വെച്ച് വൈറ്റ് ഷർട്ട് ഇട്ട് ബ്ലാക്ക് പാൻറ് ഒരു കസേരയിൽ നമ്മുടെ കൂടെ ഇപ്പോൾ ഇരുന്ന് ചിരിച്ചുകൊണ്ട് കാണുന്നുണ്ട്. ഐ ഫീൽ ദാറ്റ് പ്രസൻസ്. കാരണം ഇത് എൻ്റെ അപ്പച്ചൻ ഇല്ലാത്ത എൻ്റെ രണ്ടാമത്തെ വേദിയാണ്. ആദ്യത്തെ ശംഖുമുദ്ര പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും ഏകദേശം എനിക്കറിയാം. കൂടാതെ 2 വാക്ക് എൻ്റെ അപ്പച്ചനെ പറ്റി. 50ഓളം പുതുമുഖങ്ങളെ നിർത്തിക്കൊണ്ടാണ് എൻ്റെ അപ്പച്ചൻ റെഡ് ഷാഡോ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു നേട്ടങ്ങളും അദ്ദേഹം ഭയങ്കരമായിട്ട് കണ്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിന് തന്നെ അറിയാം. കാരണം ഈ 50 പേർക്കും അഭിനയത്തിൻ്റെ ABCD എന്നുള്ളത് അറിയത്തില്ലായിരുന്നു. നമ്മൾ പലരും പല മേഖലകളിൽ നിന്നാണ്. സ്വപ്നയായിരുന്നാലും ഹരിചേട്ടനായിരുന്നാലും എല്ലാവരും ഓരോ മേഖലകളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. മനു ആയിരുന്നാലും ഞങ്ങളെ പഠിപ്പിച്ച് വർക്ക്ഷോപ്പ് തന്ന് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും നിങ്ങളെല്ലാവരും അറിയാനായിട്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാ നന്ദിയും കടപ്പാടും എൻ്റെ അപ്പച്ചന് ഞാൻ ഈ നിമിഷം അർപ്പിക്കുകയാണ്.
കൂടാതെ എനിക്ക് കൂടുതൽ വാക്കുകളായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സന്തോഷമായിട്ടുള്ള നമ്മളുടെ ഇത് നെഗറ്റീവായി പോകും. സോ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും അവാർഡ് ജേതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എല്ലാവരും എത്തിച്ചേരട്ടെ. കൂടാതെ പുലരി TV എന്ന് പറയുന്ന എൻ്റെ അപ്പച്ചൻ്റെ ഒരു വലിയ സ്വപ്നമാണ്. അദ്ദേഹം ഇതിന് ചുക്കാൻ പിടിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇനി അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ, ഈ നമ്മുടെ പുലരി TVയുടെ നേട്ടങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ, ജോസേട്ടൻ്റെ കൂടെ, നമ്മളുടെ കൂടെ എല്ലാവരും ഒരുമിച്ച് നമുക്ക് തുഴയാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ പോകും മുമ്പ് ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. നമ്മുടെ ആങ്കർ വന്നിട്ട് സ്വപ്നയാണ്. സ്വപ്ന പുള്ളിക്കാരി സഹനടിയായിരുന്നു റെഡ് ഷാഡോ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ അപ്പച്ചൻ്റെ മൂവിയിൽ. പുള്ളിക്കാരി ഇപ്പോൾ കഠിനംകുളം ഹയർ സെക്കൻഡറി സ്കൂളിലെ ബോട്ടണി ടീച്ചറാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ആങ്കറിങ്ങൊക്കെ ഇച്ചിരി ആദ്യം തുടക്കത്തിൽ അപ്പച്ചൻ വിളിച്ചപ്പോൾ അയ്യോ പറ്റില്ല സാർ എന്നുള്ള സീനാണ്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, നീ അധികം വന്ന് ചെയ്തു നോക്ക്. അങ്ങനെ പറ്റില്ല എന്ന് നമ്മൾ പറയുന്നിടത്തിൽ നിന്നും പറ്റും എന്ന് കൊണ്ടെത്തിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ അപ്പച്ചൻ. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയിട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഇനി കൂടുതൽ വാക്കുകളും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലൊന്നും ഇനി ഇതിനെപ്പറ്റി പറയുന്നില്ല. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ അപ്പച്ചന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ദീപ. ദീപ പറഞ്ഞ പോലെ ജോണിമ സാറ് കാരണമാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. ഇന്നത്തെ ഏറ്റവും നമ്മൾ കാത്തിരുന്ന ഒരു മൊമെൻറ്റിലേക്ക് നമുക്ക് കടക്കാം, പുരസ്കാര വിതരണം. അതിനു മുമ്പ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ആദ്യം അവാർഡ് വാങ്ങുന്ന ആൾക്ക് കയ്യടിയിലൂടെ നിങ്ങൾ കൊടുക്കുന്ന പ്രോത്സാഹനത്തിന് അവസാനം അവാർഡ് വാങ്ങുന്ന ആൾക്കും അത് കിട്ടാൻ അർഹനല്ലേ? ആണല്ലോ. അതുകൊണ്ട് ആദ്യം അവാർഡ് വാങ്ങുന്നവർ അവാർഡ് വാങ്ങി വീട്ടിലോട്ട് പോകാതെ അവസാനം അവാർഡ് വാങ്ങുന്ന ആൾക്കും ആ കയ്യടി എന്ന പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് അവാർഡ് വിതരണത്തിലേക്ക് കടക്കാം. അവാർഡ് നൽകുന്നതിനായി ശ്രീ TS സുരേഷ് ബാബു സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി 2026 യുവപ്രതിഭാ ശംഖുമുദ്ര പുരസ്കാരം അനാമിക GS, ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയിൻ സ്പോട്ടർ, വിമാന നിരീക്ഷക. വിമാനത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തുകയും അതിനെ വിശകലനം ചെയ്യുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സംഘടനയാണ് പ്ലെയിൻ സ്പോട്ടേഴ്സ്. അനാമിക GSനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നാടൻപാട്ട്, ശാസ്ത്രീയ സംഗീതം, ചെണ്ടമേളം എന്നിവയിൽ പ്രഗത്ഭൻ അലൻ രാജേഷ് എസിനെ അവാർഡ് സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദിത്യരാജ്, ബാലതാരം, നർത്തകൻ. ആദിത്യരാജിനെ അവാർഡ് വാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി 2026 കലാരംഗത്തെ പ്രവർത്തകർക്കുള്ള ശംഖുമുദ്ര പുരസ്കാരം ജോൺ ഡാനിയൽ, ശില്പകലാകാരൻ. ജോൺ ഡാനിയലിനെ അവാർഡ് ഏറ്റുവാങ്ങുവാനായി ക്ഷണിക്കുന്നു. രാജേഷ് തേവറാൻ, നാടൻപാട്ട് കലാകാരൻ. രാജേഷ് തേവറാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രാജേഷ് തേവറാൻ.
എടത്തിക്കാട് നാടൻ പാട്ട് കലാകാരൻ ഡോക്ടർ ബിജു എടത്തിക്കാടിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്മിത കെ ഇ ചിത്രകാരി സ്മിത കെ ഇക്ക് പകരം അവാർഡ് ഏറ്റുവാങ്ങുന്നത് പ്രശസ്ത കവി വിശ്വനാഥൻ വടേശ്വര. ആശിഷ് ബിന്നി നർത്തകൻ, സംഗീതജ്ഞൻ, മൾട്ടി ഇൻസ്ട്രുമെന്റലിസ്റ്റ്. ആശിഷ് ബിന്നിയെ അവാർഡ് ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു. അപൂർവ കലാതിലകം ഗായിക. അപൂർവയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് 2026 സാഹിത്യ രംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള ശംഖുമുദ്ര പുരസ്കാരം. വർഗീസ് ടി നയനാൻ കവി വർഗീസ് ടി നയനാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബി ചന്ദ്രഭാനു ഗ്രന്ഥരചയിതാവ്, കൂടാതെ പാരമ്പര്യ മർമ്മ ചികിത്സാ രംഗത്തും ആയോധന കലയായ കളരിയിലും പ്രഗത്ഭനായിരുന്നു. ബി ചന്ദ്രഭാനുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷീബ ജോസഫ് ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്. ഷീബ ജോസഫിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജോളി പീറ്റർ കവി, നാടകകൃത്ത്, നോവലിസ്റ്റ്, സംഗീതജ്ഞൻ. ജോളി പീറ്ററിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ അനിൽ കുമാർ SD കവി, അസ്ഥിരോഗ വിഭാഗ ഡോക്ടർ. ഡോക്ടർ അനിൽ കുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷീജ അനിൽ എഴുത്തുകാരി, പാചകകലയിൽ നിരവധി പ്രസിദ്ധീകരണങ്ങൾ. ഷീജ അനിലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗിരിധര പൈ കഥാകൃത്ത്. ഗിരിധര പൈയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിശ്വനാഥൻ വടേശ്വരം കവി. വിശ്വനാഥൻ വടേശ്വരത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗുരുവായൂർ കവി, കഥാകൃത്ത്, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ. ഉണ്ണി ഭാസുരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി 2026 അധ്യാപന സാഹിത്യ രംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള ശംഖുമുദ്ര പുരസ്കാരം. ഫിലിപ്പ് KJ ഗണിത അധ്യാപകൻ. ഫിലിപ്പ് സാറിന് വേണ്ടി അവാർഡ് ഏറ്റുവാങ്ങുന്നത്
പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ബെന്നി ആശംസ. യോഗാചാര്യ NP ആന്റണി, അധ്യാപകൻ, എഴുത്തുകാരൻ. സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ ഉഷാറാണി P, കവയത്രി, അധ്യാപിക. ഉഷാറാണി P യെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലൈല വിനയൻ, കവയത്രി, നോവലിസ്റ്റ്, കഥാകാരി, അധ്യാപിക. ലൈല വിനയൻ വേണ്ടി അവാർഡ് ഏറ്റുവാങ്ങുന്നത് ഹസ്ബൻഡ് വിനയൻ പുരുഷോത്തമൻ. അടുത്തതായി 2026 ചലച്ചിത്ര രംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം. M രാധാകൃഷ്ണൻ, ചലച്ചിത്ര പിന്നണി ഗായകൻ. M രാധാകൃഷ്ണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ മധുസൂദനൻ നായർ, സിനിമാ നിർമ്മാതാവ്, അഭിനേതാവ്, സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകൻ. സാറിന് പകരം അവാർഡ് ഏറ്റുവാങ്ങുന്നത് കലാറാണി. ടൈറ്റസ് തോമസ് R, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, ചലച്ചിത്ര നിർമ്മാതാവ്. ടൈറ്റസ് തോമസ് R-നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നാരായണൻ, ചലച്ചിത്ര പിന്നണി ഗായകൻ. നാരായണൻ സർ US-ലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് പ്രശസ്ത ഗായകൻ M രാധാകൃഷ്ണൻ സർ. സിന്ധു പ്രതാപ്, ചലച്ചിത്ര പിന്നണി ഗായിക. സിന്ധു പ്രതാപ്, ചലച്ചിത്ര പിന്നണി ഗായിക. സിന്ധു പ്രതാപിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശരൺ കൃഷ്ണ കലാരംഗത്തെ ഉയർച്ചയുടെ നാളുകളിൽ നമ്മെ പിരിഞ്ഞുപോയ പകരം വയ്ക്കാനാവാത്ത അതുല്യ പ്രതിഭ. ശരൺ കൃഷ്ണ സിനിമ സ്വപ്നം കണ്ടു. സിനിമാ ലോകത്തേക്ക് നിരവധി രചനകൾ എഴുതിയ യുവത്വം. നിരവധി ഷോർട്ട് ഫിലിമുകൾക്ക് രചന നിർമ്മിക്കുകയും അവാർഡുകൾ നേടുകയും ചെയ്ത മൾട്ടി ടാലന്റ് കലാകാരൻ. ശരൺ കൃഷ്ണയ്ക്ക് വേണ്ടി ശരൺ കൃഷ്ണയുടെ അമ്മ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ബ്രിജേഷ് പ്രതാപ്, സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഡബിംഗ് ആർട്ടിസ്റ്റ്. ബ്രിജേഷ് പ്രതാപിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിനോദ് പ്രഭാകർ, നടൻ, ഡബിംഗ് ആർട്ടിസ്റ്റ്, ചെറുകഥാകൃത്ത്, ഗാനരചയിതാവ്. ശ്രീ വിനോദ് പ്രഭാകറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാർത്തിക് എസ് നായർ, സിനിമാറ്റോഗ്രാഫർ. ശ്രീ കാർത്തിക് എസ് നായറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രശാന്ത് ബി മോളിക്കൽ, ചലച്ചിത്ര സംവിധായകൻ, സാമൂഹ്യ പ്രവർത്തകൻ. ശ്രീ പ്രശാന്ത് ബി മോളിക്കലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. GV രഞ്ജിത്ത്, തിരക്കഥാകൃത്ത്,
സ്ത്രീപക്ഷ സിനിമാ സംവിധായകൻ GB രഞ്ജിത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മനോജ് B. പിള്ള, ഡബിംഗ് ആർട്ടിസ്റ്റ്, സാമൂഹിക പ്രവർത്തകൻ ശ്രീ മനോജ് B. പിള്ളയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. NN അൻസിയ, പിന്നണി ഗായിക, ചലച്ചിത്ര നടി, ഗാനരചയിതാവ്, സംവിധായക, ഫാഷൻ ഡിസൈനർ. NN അൻസിയയ്ക്ക് പകരം അവാർഡ് ഏറ്റുവാങ്ങുന്നത് പ്രശസ്ത ഗായിക ശ്രീമതി സിന്ധു പ്രതാപ്. അടുത്തതായി 2026 സാമൂഹിക പ്രവർത്തനങ്ങൾക്കുള്ള ശംഖുമുദ്ര പുരസ്കാരം. ശുഭശ്രീ രാമൻ നെന്മിനിശ്ശേരി, സാമൂഹിക പ്രവർത്തക. അവാർഡ് സ്വീകരിക്കുവാനായി ശുഭശ്രീ രാമൻ നെന്മിനിശ്ശേരിയുടെ മകനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. സഞ്ജന KK, സാമൂഹ്യ സേവന പ്രവർത്തക, ആതുര ശുശ്രൂഷക. സഞ്ജന KK വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 2026 സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള ശംഖുമുദ്ര പുരസ്കാരം. ആൻസ് മേരി തോമസ്, സാംസ്കാരിക സാമൂഹിക പ്രവർത്തക, റേഡിയോ ജോക്കി പരിശീലക. ആൻസ് മേരി തോമസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുജിത് CS, കലാസാഹിത്യ പ്രവർത്തകൻ, ആരോഗ്യ മേഖലാ പ്രവർത്തകൻ, ഗായകൻ. ശ്രീ സുജിത് CS വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ടൈനി ജോർജ്, കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തക. ടൈനി ജോർജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സുരേഷ് സാർ. അവാർഡ് നൽകുന്നതിനായി വഞ്ചി പ്രവീൺകുമാർ സാറിനെ ക്ഷണിക്കുന്നു. കലാറാണി S, കലാ സാംസ്കാരിക പ്രവർത്തക. കലാറാണി S വേദിയിലേക്ക് ക്ഷണിക്കുന്നു. AS മുജീബ് റഹ്മാൻ, കലാ സാംസ്കാരിക പ്രവർത്തകൻ. മുജീബ് റഹ്മാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശോഭകുമാർ, സാംസ്കാരിക പ്രവർത്തക, ഗായിക. ശോഭകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി 2026 വ്യവസായ രംഗത്തെ പ്രവർത്തകർക്കുള്ള ശംഖുമുദ്ര പുരസ്കാരം. MH സുലൈമാൻ, ബിൽഡിംഗ് ഡിസൈനർ, കലാ സാംസ്കാരിക പ്രവർത്തകൻ. MH സുലൈമാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നെക്സ്റ്റ് കാറ്റഗറി 2026 കായിക രംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള ശംഖുമുദ്ര പുരസ്കാരം. നുസ്രത്ത് PE, യോഗ പരിശീലക, ഫാഷൻ ഡിസൈനർ. നല്ലൊരു കയ്യടി കൊടുത്തേ. ടിൻഡു ദിലീപ്, കായിക താരം, സാമൂഹിക പ്രവർത്തക. ടിൻഡു ദിലീപ്. കയ്യടിയുടെ ശബ്ദം കുറഞ്ഞുപോയി. അടുത്തതായി മുഖ്യ അതിഥികൾക്ക് സ്നേഹോപകാരം നൽകുന്നതിന് പുലരി TV CEO ജിട്രസ് യോഹന്നാനെ ക്ഷണിച്ചുകൊള്ളുന്നു.
സ്നേഹോപഹാരം സ്വീകരിക്കുവാൻ ശ്രീ TS സുരേഷ് ബാബു സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് ശ്രീ ബഞ്ചു പ്രവീൺ കുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹോപഹാരം സ്വീകരിക്കുവാൻ ശ്രീ രാജ് മോഹനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ശ്രീ CV പ്രേംകുമാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീ ഹരി സർഗത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി ദീപ ഷാനുവിനെ സ്നേഹോപഹാരം സ്വീകരിക്കുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി അജയ് തുണ്ടത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആശംസ അറിയിക്കുവാനായി പ്രേം നസീർ സുഹൃത്ത് സമൃദ്ധി ജനറൽ സെക്രട്ടറി ശ്രീ തെക്കൻ സ്റ്റാർ ബാദുഷയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, ഒരു സന്തോഷ നിമിഷം നിൽക്കുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ജോളി മാസ്റ്ററിൻ്റെ വേർപാട് നമ്മയൊക്കെ ദുഃഖിപ്പിക്കുന്നതാണ്. പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ ജൂറി കമ്മിറ്റി മെമ്പറും ഒരു സന്തത സഹചാരി കൂടിയായിരുന്നു ജോളി മാസ്റ്റർ. ആ കുടുംബവുമായി ഒരുപാട് ബന്ധങ്ങൾ സുഹൃത്ത് സമിതിക്കുണ്ട്. 30-ാം തീയതി നടന്ന ചലച്ചിത്ര ഫിലിം അവാർഡ് നൈറ്റിൽ അദ്ദേഹം ജൂറി മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭാവം ഞങ്ങളെ സംബന്ധിച്ചൊരു ദുഃഖമായിരുന്നു. ഇവിടെ പുലരി TV നടത്തുന്ന ശംഖപുത്ര പുരസ്കാരം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് നടക്കുന്നവരും ഒരുമിച്ച് വേദികൾ പങ്കിടുന്നവരുമാണ്. തിരുവനന്തപുരത്തും കേരളത്തിലും ഏറെ അറിയപ്പെടുന്ന മലയാളത്തിലെ നിത്യഹരിത നായകൻ പ്രേം നസീർ സാറിൻ്റെ പേരിലുള്ള സുഹൃത്ത് സമിതിയെ അതിൻ്റെ കൈയോട് ചേർത്ത് പിടിക്കുന്നവരാണ് ഇവരൊക്കെ. കഴിഞ്ഞ അവാർഡിലും സുരേഷ് ബാബു സാറൊക്കെ ജൂറി ചെയർമാനായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ വേർപാട് ഒരുപാട് ദിവസങ്ങളായില്ലെങ്കിൽ പോലും ആ കുടുംബത്തിൻ്റെ ദുഃഖഭാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ ഇത്രയും കലാപ്രവർത്തകരെ വിവിധ മേഖലകളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയും ഈ നിറഞ്ഞ സദസ്സിൽ പുരസ്കാരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തത് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനാണ് ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിവിടെ മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും. പക്ഷേ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വിവിധ മേഖലയിൽ അവരെ കണ്ടെത്തി ഈ പുരസ്കാരം കൊടുക്കുന്നത് അവർ ചെയ്യുന്ന സേവനത്തിൻ്റെ, അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ, അവർ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഈ പുരസ്കാരങ്ങൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുരസ്കാരങ്ങൾ എപ്പോഴും നമുക്ക് സന്തോഷം തരുന്നതും നമ്മുടെ പ്രവൃത്തിക്ക് ഒരു പുരോഗതി ഉണ്ടാക്കുവാൻ സാധിക്കുന്നുണ്ട്. എല്ലാ പുരസ്കാര ജേതാക്കൾക്കും പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെയും പുലരി TVയുടെയും എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് ഞങ്ങളുടെ വർക്കിംഗ് പ്രസിഡന്റാണ് ശ്രീ MH സുലൈമാൻ, അദ്ദേഹത്തിനും പുലരിയുടെ ഈ പുരസ്കാരം കൊടുത്തതിൽ പ്രേം നസീർ സുഹൃത്ത് സമിതി ഹൃദയത്തിൻ്റെ ഭാഷയിൽ പുലരി TVക്കും അതിൻ്റെ ജൂറി കമ്മിറ്റി മെമ്പർമാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ഒടുവിൽ നന്ദിയുടെ ഒരു വാക്ക്. ഇന്നിവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ഈ പുരസ്കാര വിതരണ വേദിയെ സമ്പന്നമാക്കിയ എല്ലാ അതിഥികൾക്കും, സംഘാടകർക്കും, അവാർഡ് സ്വീകരിക്കാൻ എത്തിയവർക്കും, സുഹൃത്തുക്കൾക്കും പുലരി TV നന്ദി പ്രകാശിപ്പിക്കുന്നു. താങ്ക്സ് ടു ഓൾ.